വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഇപ്പോൾ സമയം ഏകദേശം എത്രയെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നല്ല നട്ടുച്ച വെയിലത്ത് നിൽക്കുന്ന പോലെയല്ലേ? ഇപ്പോൾ 7 മണിയാണ് കേട്ടോ, വൈകുന്നേരം 7 മണിയാണ് സമയം. സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഒരു ദിവസം കിട്ടും. ഇപ്പോൾ 10 മണി 10:15 സൺസെറ്റ്. ഏകദേശം 11 മണി വരെ ചെറിയ ഒരു വെളിച്ചം ഉണ്ടായിരിക്കും. 11-11:15 ആകുമ്പോൾ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല വെതറാണ്. ഇവിടെ നല്ല വെതർ എന്ന് ആൾക്കാർ പറയുന്നത് പൊതുവെ ഒരു 22-23 ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞ് ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നൈസ് വെതർ ആൾക്കാർ പറയുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയൊന്നുമില്ല, നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് സമ്മർ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്ത് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളൊക്കെ ആവുമ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ പൊതുവേ ചെയ്യുന്നൊരു കാര്യമാണ് ബാർബിക്യൂ. അതായത് ചിക്കനും മീറ്റും ഫിഷും ഒക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ കനലിലും സ്റ്റൗവിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ബാർബിക്യൂസ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ ചുട്ട് നല്ല സുഖവും ഫ്ലോ അങ്ങോട്ട് പോയി ചുട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് നല്ല സുഖവും സന്തോഷവുമായി വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി ഇവിടെ സമ്മർ സീസണിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇങ്ങനെ ഇവിടെ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബാർബിക്യൂ ഡേ ആണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല, ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും അവിടെ വെച്ചിട്ടാണ്. അധിക കൊല്ലം നമ്മൾ ഈ ഒരു ഗാർഡനിൽ വെച്ച് ഒരു ബാർബിക്യൂ പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു ഫീൽ അടിപൊളിയാണല്ലോ. പക്ഷെ ഇക്കൊല്ലം ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്നെ എല്ലാവരും തളർത്തി. കാരണം അതൊരു ഓവർ പണിയാണ് നമ്മുടെ ഈ ഒരു പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യണ്ട എന്നുള്ള കർശനമായ നിയമം എനിക്ക് റോസിൻ്റെ നിന്നും മനുഷ്യപ്പടയെന്നും ഗീതുവിൻ്റെ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇടയിൽ കൂടെ ഒന്ന് ശ്രമിച്ചായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഇവിടെ നമ്മുടെ ബാർബിക്യൂ സ്റ്റാൻഡിൻ്റെ ഒരു സ്ക്രൂ കാണാനില്ല. പിന്നെ എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചത് വേണ്ട, ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് ഗീതുവിൻ്റെ അവിടെ നമ്മളൊരു ബാർബിക്യൂ പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗീതുവിൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. നിങ്ങൾ കുറച്ചായി പറയണു ഗീതുവിനെയും പ്രതുവിനെയും വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവർ കുറച്ച് ഫാമിലി ടൈമായിട്ട് കുറച്ചധികം ബിസി ആയത് കാരണമാണ് അവരെ കാണാത്തത്. ഗീതുവിൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരാണ്. ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് അവർ റൊമേനിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഗീതു പുതിയ വീടൊക്കെ വാങ്ങി ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ വീടൊക്കെ കണ്ട് ഗീതുവിൻ്റെ ഒപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 3-4 ദിവസത്തിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് അവരിവിടെ ഉണ്ട്. അപ്പോൾ നാളെ രാത്രിയാണ് അവരെ ഫ്ലൈറ്റ്. പോകുന്നതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗെദർ. ഇവിടെ 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ലക്സംബർഗിൽ ട്രിപ്പ് പോയിക്കായിരുന്നു 2 ദിവസം. ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇന്നാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോണത്. ഇന്ന് ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. നമ്മുടെ പ്ലാൻ ബാർബിക്യൂ തന്നെയായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞപ്പോൾ പ്ലാൻ കാരണം അല്ലാതെ ക്യാൻസലായി പോയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. വെയിൽ പ്രഹസനം. ഡ്രസ്സൊക്കെ മാറി പാർട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാർബിക്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ റെഡി ആയിരിക്കാം. കയറി വരുന്ന ഹോൾവേയിൽ നമ്മളിതേ ഇങ്ങനൊരു ഷൂറാക്ക് വെച്ചു കേട്ടോ. ഇത് കുറേ കാലത്തെ ആലോചനയ്ക്ക് ശേഷം നമ്മൾ വാങ്ങി ഇവിടെ വെച്ചതാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ സ്പേസിൽ ഞാൻ കുറച്ച് സോക്സാണ് വെച്ചത്. കാരണം എന്താണെന്നറിയോ, ഇവിടെ സോക്സ് നമ്മൾ എടുത്ത് വെക്കുന്നത് ഏറ്റവും മുകളിലെ ഫ്ലോറിലാണ്. ഓരോ തവണ പുറത്തു പോകാൻ വേണ്ടി ഷൂടാൻ നോക്കുമ്പോഴും സോക്സ് എടുക്കാൻ വേണ്ടി പിന്നെ 3rd ഫ്ലോർ വരെ പോകണം. അതെന്നും ഒരു കഷ്ടപ്പാടായി തോന്നിയത് കാരണം മുകളിലത്തെ സ്പേസിൽ ഫുള്ള് ഞാൻ സോക്സ് വെച്ചു. എപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോഴും വിഷ്ണുവിൻ്റെ ഒരു റൗണ്ട് ഓഫ് ചെക്കിങ് ഉണ്ടായിരിക്കേ ഞാൻ ലൈസൻസ് എടുത്തില്ലേ എന്ന് ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിള്ളേർ അവരുടെ ഫൈനൽ ഹൈസ്കൂൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് ഞാൻ നെതർലൻഡ്സിൻ്റെ ഫ്ലാഗ് വെച്ച് ഒരു സ്കൂൾ ബാഗ് ഹാങ് ചെയ്തിടും. അതൊരു ഭയങ്കര പ്രൗഡായിട്ട് എല്ലാവരുടെ അടുത്തും പറയുകയാണ് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അവർ ഗ്രാജുവേറ്റഡ് ആയി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫ്ലാഗ് പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ എല്ലാ വീട്ടിന്റെ പുറത്തും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ വീടിന്റെ പുറത്തും ഉണ്ട് അങ്ങനെ ഒരു ഹോൾഡർ. ഭാവിയിൽ നമുക്കും അവിടെ ഒരു ഫ്ലാഗും ഒരു ബാഗും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാട്ടോ. ചൂട് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ 27-28 ഡിഗ്രി ഒക്കെ ഉള്ളൂ. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് കാരണം തോന്നുന്നു നമ്മൾ വേർക്കില്ല, ഒരുമാതിരി ഇട്ട് പുഴുങ്ങുന്നത് പോലത്തെ ഒരു ഫീലാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഒരു 5 മണി 5:15 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. വീട്ടിലെത്തി കുറച്ച് പരിപാടികൾ ചെയ്ത് ഒരു 7 മണിയോട് കൂടെ നമുക്ക് പ്രതുവിൻ്റെയും ഗീതുവിൻ്റെയും അവിടെ എത്തണം കേട്ടോ. കാരണം നാളെ വർക്കിംഗ് ഡേ അല്ലേ. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയണം. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫിഷിൻ്റെ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് കാളാഞ്ചി മേടിക്കാം, സീബാസ്. അത് ഗ്രില്ല് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഒരു സമ്മർ സാലഡ് ഉണ്ടാക്കാം, അതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് ഇവിടെ ആൽബർട്ടയിൽ നിന്ന് മേടിച്ച് ചട്ടപ്പട്ടയിൽ നിന്ന് പോവാം. നടച്ചിട്ടൊക്കെയാണല്ലോ.
മീൻ വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇവനാണ് ഒന്നാമത്തെ ഐറ്റം. 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത്. എവിടെയാണ് ഇത് വാങ്ങിക്കുന്നത് മുഴുവൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീതുവിനൊരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുക നീതുവിനെ, പക്ഷേ അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലും ഇല്ല. ഗീതു പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം, ഫോണിൽ കൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറേ തവണ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ഫീലില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളെ ഫസ്റ്റ് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്ന് കൊടുക്കാൻ തോന്നുമല്ലോ എന്ന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടുമോ നോക്കാം. ഈ റിച്വൽസ് കണ്ടോ, ഇതൊരു ഡച്ച് ബ്രാൻഡാണേ. ഇതൊരു ലൈഫ് സ്റ്റൈൽ ആൻഡ് വെൽനെസ് ബ്രാൻഡാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി ഷോപ്പൊക്കെ ഇല്ലേ, അങ്ങനെ. ഇവരുടെ റിച്വൽസ് ഓഫ് സക്കൂറ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ഹെയർ ആൻഡ് ബോഡി മിസ്റ്റ് അടിപൊളിയാണ്. ഇതെന്തായാലും നമുക്കൊന്ന് എടുക്കാം. പിന്നെ ഞാൻ H&Mൽ ചുമ്മാ എങ്ങനെ നടന്നപ്പോൾ ഈ ഒരു റെഡ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയുക, ഒരു സമ്മർ ഫീലില്ലേ. അപ്പോൾ ഈ 2 ഐറ്റം നമുക്ക് നീതുവിന് വേണ്ടി എടുക്കാം കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പ്രൈസ് ടാഗ് കവർ ചെയ്യാറുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആ പ്രൈസ് ടാഗ് അവർ പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് നോക്കാറുണ്ടോ? സത്യം പറയണം കേട്ടോ. അതോടുകൂടെ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി മീൻ വാങ്ങി ആൽബർട്ടൈനിൽ നിന്ന് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ വാങ്ങി വീട്ടിൽ പോവാം. ഇവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കട അടക്കിയോണ്ടേ മീൻ കട ഓൾമോസ്റ്റ് കാലിയായിരുന്നു. നമുക്ക് ഒരൊറ്റ കാളാഞ്ചിയാണ് കിട്ടിയത്. അത് ഞാൻ എന്തായാലും ഇവിടെ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ കാളാഞ്ചി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലുള്ള മീനാണെങ്കിലും ഞാൻ അധികം കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അധികം നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് മത്തി, മാന്തൽ, ഐക്കോറ, മുള്ളൻ, ആവോലി, ഐക്കോറ അങ്ങനത്തെ ഐറ്റംസ് ആണ്. നല്ലൊരു ചേട്ടൻ കേട്ടോ, എനിക്ക് വേണ്ട രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ഞാൻ മുന്നേ ഈ കട ഒരു 2 മാസം മുന്നേ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് ഞാനിവിടെ വന്നിട്ട് 1-2 തവണ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം മാർക്കറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇനി തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് വേണ്ട രീതിയിൽ തലയും വാലും ഒക്കെ പുള്ളി ക്ലീൻ ചെയ്ത് തന്നു. ചില സമയത്ത് ആൽബർട്ടൈനിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടില്ല. ഇന്ന് നമുക്ക് വേണ്ട ഒരു ട്രെയിലും ഒന്നുമില്ല. കണ്ടോ, എല്ലാം ഓൾമോസ്റ്റ് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആൽബർട്ടൈൻ ആരോ കൊള്ളയടിച്ചതുപോലെ ഉണ്ട്. ഇവിടെ ഒരു സാധനവും ഇല്ല. മാംഗോയും ഒണിയനും ഒന്നും കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ഈ ആൽബർട്ടൈൻ കൂടാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ ആൽബർട്ടൈൻ ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കിതേ പോംഗ്രനേറ്റും മാങ്ങിയും എല്ലാം കിട്ടി. അല്ലെങ്കിൽ ഈ വലിയ ആൽബർട്ടൈനിൽ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവിടെ വന്നല്ലോ ഷോപ്പ് ചെയ്യുക. അതുകൊണ്ട് അധികം സാധനം ചില ദിവസങ്ങൾ തീർന്നു പോകും. അങ്ങനെ വേണ്ട സംഗതികളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ജോലി തീർന്നോ? ഇനി തീർന്നില്ലേ? അതൊന്ന് പിടിച്ചോളൂ, കുറേ സാധനങ്ങളുണ്ട് കയ്യിൽ. ഞാൻ ഇന്നേ വരെ ഒരു ദിവസം വിഷ്ണു ജോലി തീർന്നു എന്ന് പറയുന്നത് കേട്ടിട്ടേ ഇല്ല കേട്ടോ. എപ്പോൾ താഴെ 6 മണി 6:30 ഇറങ്ങി വന്നു കഴിഞ്ഞാലും തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കുറച്ചും കൂടെ ഉണ്ടെന്ന് പറയും. പുള്ളിക്ക് തീർന്നു എന്ന് പറയുന്നത് പേടിയാ തോന്നണു. എന്ത് ചൂടാ പുറത്തെന്ന് അറിയോ. വന്ന് നമുക്ക് കുറച്ച് ഐസിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞ സമ്മർ സാലഡ് ഉണ്ടാക്കാം. ഇതൊരു നല്ല റിഫ്രഷിങ് സാലഡാണ്. നമ്മൾ അധികം മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള സമ്മർ ഫ്രൂട്ട് ഏത് വേണമെങ്കിലും അതെടുക്കാം. അപ്പം നേരത്തെ നിങ്ങൾ കണ്ട എല്ലാ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് 2 ദിവസം മുന്നേ ഇവിടെ നിങ്ങൾ റീല് കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ ബിൻചേട്ടൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ബാർബിക്യൂ പാർട്ടി ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ ഒരു സാലഡ് കഴിച്ചത് കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പോകുമ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏറ്റവും ഡിമാൻഡ് ഇവിടെ കുറയാൻ സാധ്യതയുള്ളൊരു സാധനം ഈ ഒരു സാലഡാണ്. കാരണം പൊതുവേ ഇവിടെ ആർക്കും അങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്നും വലിയ താല്പര്യമില്ല. ഇവിടെ താല്പര്യമുള്ള ആൾക്കാർ ഞാനും റോസുമാണ്. പിന്നെ കുറച്ച് വിഷ്ണുവിനും താല്പര്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മാങ്ങ ഞാൻ മറ്റേ ചോപ്പറിൽ ഇട്ടു കേട്ടോ. കാരണം നമുക്ക് അധികം സമയമില്ല. ശരിക്കും ഇത്ര കുഞ്ഞേതായിട്ട് കഴിയേണ്ട ആവശ്യമില്ല. കാരണം സാലഡിൽ എപ്പോഴും കുറച്ച് നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കടിക്കുമ്പോഴാണല്ലോ രസം. പക്ഷെ ഇപ്പത്തെ എൻ്റെ ഒരു ടൈം കൺസ്ട്രെയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ആശ്വാസം ഗീതു വിളിച്ചായിരുന്നു. ഗീതു ഇപ്പോഴും ഇന്ത്യൻ സ്റ്റോറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഭയങ്കര. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കെല്ലാം തോന്നുന്നു. ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചു. നല്ല രസമല്ലേ കാണാൻ വേണ്ടിട്ട്. മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്. ഉള്ളിയുടെ കളർ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ പച്ചയുണ്ട്, നാരങ്ങയുണ്ട്, പിന്നെ വൈറ്റും ഗ്രീനും ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു സാലഡ് ബൗളിലോട്ട് ഇട്ട് കുറച്ച് നാരങ്ങയും ഒലീവ് ഓയിലും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് കുറച്ചധികം നേരം സെറ്റ് ചെയ്യാൻ വെക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് അത്ര സമയമില്ല. എന്നാൽ ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സമ്മർ സാലഡ് കിട്ടും. മുന്നേ തുടക്കത്തിൽ ഞാൻ സാലഡ് ഉണ്ടാക്കുന്ന സമയത്തെ ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടി ഞാനിപ്പോൾ എനിക്ക് ടേസ്റ്റ് കൂടുന്നു തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ഐറ്റം കൂടുതൽ എടുത്തിടും കേട്ടോ. അതായത് ചിലപ്പോൾ മാങ്ങ കൂടുതലിടും, അല്ലെങ്കിൽ ഉള്ളി കൂടുതലിടും, അല്ലെങ്കിൽ പെപ്പർ കൂടുതലിടും. പക്ഷെ എപ്പോഴും അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുത്തുണ്ടായിരിക്കും. പിന്നെ ലേറ്ററാണ് എനിക്ക് മനസ്സിലായത് സാലഡ് കുറച്ച് സട്ടിലായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ ഐറ്റവും ആ ഒരു പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറച്ചിട്ട് കഴിഞ്ഞാലാണ് സാലഡിന് ടേസ്റ്റ് കൂടുക.
നമുക്ക് ഭയങ്കര റെഫർ ചെയ്ത് ഒരു വെറൈറ്റി മസാല ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മുടെ യൂഷ്വൽ ഫിഷ് മാരിനേഷൻ ഇല്ലേ, അത് നമുക്ക് ചെയ്യാം. അത് ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലതായിരിക്കും. നിങ്ങൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, ഈ മസാല ബോക്സ് എവിടുന്നാ വാങ്ങിയത്, ഇതിന്റെ ഈ ഒരു ലേബൽ എവിടുന്നാ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ. ഇത് ഐക്യെന്ന് വാങ്ങിയതായിരുന്നു. ഇപ്പോഴും ഐക്യയിലുണ്ട് തോന്നുന്നു അല്ലെ? കണ്ടുണ്ടോ നമ്മൾ അതിന് ശേഷം? ഇപ്പോഴും ഐക്യയിലുണ്ടെന്നാ തോന്നുന്നു. നമ്മൾ വീട് മാറിയ സമയത്ത് വാങ്ങിയതായിരുന്നു. പിന്നെ ഇതിന്റെ മുകളില് വരുന്ന ഈ ഒരു ലേബല് നമ്മളൊരു ലേബൽ മേക്കർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഡൈമോ എന്നാണ് കമ്പനിയുടെ ബ്രാൻഡിന്റെ പേര് തോന്നുന്നു, DYMO. അപ്പോ ആ ഒരു ലേബൽ മേക്കർ വാങ്ങി അതിന്റെ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിപ്പോ ആഡ് ചെയ്യുന്നത് ഫിഷ് മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ മടി കാരണം നമ്മളോട് ആഡ് ചെയ്യുന്നത് ഗാർലിക്കിന്റെയും അതേപോലെ തന്നെ ജിഞ്ചറിന്റെയും പൊടി കിട്ടും. ഇതേപോലെ തന്നെ ഉള്ളിയുടെ പൊടിയും കിട്ടും കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈം സേവിങ് ആണ്. ഞാനിപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ മടി കാരണം ഇത് ആഡ് ചെയ്യാറ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ടേമറിക്, ചില്ലി പൗഡർ, ഫിഷ് മസാല, ഉപ്പ്, കുരുമുളക് അവസാനിപ്പിച്ചു. നമുക്കിനി ആർഭാടം കേൾക്കായിരുന്നു, വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ പേസ്റ്റ് ഒക്കെ അരച്ചിട്ട്. പക്ഷെ അത്രയ്ക്കൊന്നും എനിക്ക് വയ്യ, കാരണം 15 മിനിറ്റിൽ ഇറങ്ങണമെങ്കിൽ റെഡി ആവും വേണ്ടേ. നമ്മളിങ്ങനെ പറയില്ലേ, ജോലി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജോലി അവിടെ വെച്ച് പിന്നെ നമ്മൾ നോർമൽ ലൈഫിലോട്ട് കിടക്കണമെന്ന്. അങ്ങനെ ഒട്ടും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് കേട്ടോ വിഷ്ണു. വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി നോക്കൂ, ഇന്ന് ചെയ്ത ജോലികൾ മുഴുവൻ വിഷ്ണുവിൻ്റെ മുഖത്ത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കടയിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരൊറ്റ കാളാഞ്ചിയാണത്. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കാളാഞ്ചിയാണ്. കഴുകണം. ഞാൻ അവരെ കൊണ്ട് കഴുകിച്ചായിരുന്നു നന്നായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ഭാഗത്ത് നിന്ന് എടുക്കട്ടോ. വിഷ്ണു അങ്ങനെ അധികം മീൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. പക്ഷേ വിഷ്ണു എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കല്യാണത്തിന് ശേഷമാണ് വിഷ്ണുവിന് മീൻ ഒട്ടും ഇഷ്ടമല്ലാതെയതെന്ന്. കാരണം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എപ്പോഴും അങ്ങനെ മീൻ കിട്ടില്ല. പക്ഷെ മീൻ കിട്ടുമ്പോഴൊക്കെ ഞാനൊരു ഭയങ്കര ആക്രാന്ത മോഡിലോട്ട് പോകും. അത് കണ്ട് കണ്ട് വിഷ്ണുവിന് ഇപ്പോൾ മീൻ കാണുന്നത് പേടിയാണ് എന്ന്. എപ്പോഴും ഈ പരിപാടി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാലാണല്ലോ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. ഇന്ന് അതിനുള്ള സമയമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. തണുപ്പത്തിരുന്നാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മസാല ഉള്ളിലോട്ട് പെട്ടെന്ന് ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. രണ്ട് ഐറ്റം റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാലഡും ഒന്ന് നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് മറ്റേ സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഞാൻ പോയി റെഡി ആവട്ടെ. നമ്മുടെ ഫ്ലാഷ് ബാക്ക് തീർന്നു കേട്ടോ. നമ്മൾ തിരിച്ച് റിയൽ ടൈമിലോട്ട് എത്തിയിരിക്കുകയാണ്. മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ എന്ത് കുഞ്ഞേ പരിപാടിയാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഡ്രസ് കോഡ് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. മെയിൻ റോൾ എടുക്കുന്ന എപ്പോഴും റോസാണ്. ഇന്ന് നമ്മൾ ഫ്ലോറലാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ ഒരു അടിപൊളി ഡ്രസ്സാട്ടോ നമ്മൾ ഇടാൻ വേണ്ടി പോണേ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നാട്ടിൽ വന്ന സമയത്ത്, നമ്മൾ എറണാകുളം വന്ന സമയത്ത് ദീപ ചേച്ചീനെ പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ? ഇവിടുത്തെ ദീപ ചേച്ചിയല്ല, പുതിയൊരു ദീപ ചേച്ചി. അപ്പോൾ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നല്ല ഭംഗിയില്ലേ ഈ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ എന്തോ ഒരു ഭയങ്കര ഒരു രസം. ഇത് എനിക്ക് ദീപ ചേച്ചി തന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എനിക്കിത് സൈസ് ഓക്കെ ആകുമോ എന്നുള്ളതൊക്കെ. പക്ഷെ ബാക്കിൽ ഇവിടെ ഇവർ എലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. പിന്നെ ഈ ഒരു ടൈ എനിക്ക് കുറച്ച് ലൂസായിരുന്നു, പക്ഷെ അത് ഞാൻ ബാക്കിൽ ഒരു പിന്നൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് ഇതിന്റെ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റില് വലിയ റോസ് ഫ്ലവേഴ്സ് ആയിട്ട് ഒരു പ്രോപ്പർ സമ്മർ ഡ്രസ്സ് പോലെയുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുണ്ട്. ഞാനൊരു പ്രോപ്പർ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഇടാന്നൊക്കെ വിചാരിച്ചായിരുന്നു, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടുകൊണ്ടെന്നെ തന്നെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇനി വെയിറ്റ് ചെയ്ത് സ്പെഷ്യൽ ഒക്കേഷൻ വെയിറ്റ് ചെയ്താൽ അപ്പോൾ ചിലപ്പോൾ ഇനി പ്രസവമായാലോ, അതുകൊണ്ട് കിട്ടിയ ഈ ഒരു ഒക്കേഷനിൽ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. രസമുണ്ടത്. നമുക്ക് മുടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. എനിക്ക് ഭയങ്കര ഓയിലി സ്കാൽപ്പാണ്. നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മുടി ഇതേ അവസ്ഥയാവും. മുന്നേ ഞാൻ ഡ്രൈ ഷാമ്പു ഉപയോഗിക്കുമായിരുന്നു, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കുളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിതെല്ലാം മടിയത് കാരണം ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുടി ഞാൻ നല്ലോണം അങ്ങോട്ട് പശു നക്കിയ ഹെയർ സ്റ്റൈലില്ലേ അതിലോട്ട് പോകും. പിന്നെ ഇപ്പൊ കുറച്ച് മുടി ഉള്ളത് കാരണം ബാക്കിൽ കുറച്ച് കെട്ടി വെക്കാനും ഉണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. സെന്റർ എടുക്കുക. സെന്റർ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഡയറക്ഷനിലോട്ട് കോംബ് ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെയാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ, കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ. ഇങ്ങനെ കുറച്ച് എന്താ പറയാ എണ്ണ നമ്മുടെ തലയിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ട് വരും. അധികം ജെല്ലിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എനിക്ക് വേണ്ട ഡയറക്ഷനിൽ ചീകി ഇതേ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ആയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്ലീക്ക് ഫീല് കുറച്ചും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആയുധങ്ങൾ വേണം. ഒന്ന് ഇങ്ങനത്തെ ഒരു ഹാർഡ് ജെല്ലും, പിന്നെ 2
വാഷിംഗ് മെഷീൻ മുകളിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് ശബ്ദം കേട്ടോ. പിന്നെ 2 ഇങ്ങനത്തെ ഒരു ബ്രഷും. ഇത് നമ്മുടെ മുടി ഇങ്ങനെ കോംബ് ചെയ്ത് വെക്കുമ്പോൾ തീരെ പാട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് എടുക്കുക, ഇത് നമ്മൾ തേക്കുക, നല്ലോണം അമർത്തി ചീകി അങ്ങോട്ട് കെട്ടി വെക്കുക. കൂടുതൽ നല്ലത് അപ്ലൈ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഇവിടെ ഇങ്ങനെ ആക്കുക കേട്ടോ. ഇത് എൻ്റെ ഒരു രീതിയാണെന്ന് ശരിയാവണമെന്നൊന്നുമില്ല. എന്നിട്ട് നല്ലോണം പറ്റിച്ച് അങ്ങോട്ട് ചീക്കുക. നമ്മൾ കുറച്ച് ലേറ്റ് ആയത് കാരണേ മുഴുവൻ പറയാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് നമുക്ക് വേണ്ട ഡയറക്ഷനിൽ മുടി നല്ലോണം ചീകി അങ്ങോട്ട് പോണിയോ അല്ലെങ്കിൽ നമുക്ക് ഇനി ബണ്ണാണോ വേണ്ടെങ്കിൽ അത് വെക്കുക. ഇനി നമ്മളിന്ന് ഫുൾ ഡേ ഒന്നുമില്ല, ഏതാനും മണിക്കൂറുകൾ പുറത്തായത് കാരണം കുറച്ച് സൺസ്ക്രീനും കൂടെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എത്തി എന്നുള്ളത്. പിന്നെ സമയം കളയാതെ നമുക്ക് ഇറങ്ങാം. പോവാ വിഷ്ണു. ഇതാണ് വിഷ്ണുവിന്റെ ബാർബിക്യൂ ഡ്രസ് അല്ലേ? കള്ളൻ പൂളൊക്കെ ഇറങ്ങിയ പൂവായല്ലേ? രണ്ടുണ്ടല്ലോ. ഓ ഞാൻ പിടിക്കാതെ. നമ്മുടെ വീട്ടിൽ നിന്ന് പ്രദുവിൻ്റെ വീട് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അവരിങ്ങോട്ട് മാറിയിട്ട് ഇപ്പം ഏകദേശം ഒരു കുറച്ച് മാസങ്ങളാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റിൽ നമ്മൾ എത്തേണ്ടതാണ്. നമ്മളങ്ങനെ കാറിൽ കയറിയിരിക്കുകയാണ്. വിഷ്ണു കാറിൽ ഫുഡ് കയറ്റാൻ ഒട്ടും സമ്മതിക്കാത്ത ആളാണ് കേട്ടോ. പിന്നെ ഇന്ന് സാലഡും പിന്നെ ഫിഷ് കുക്ക് ചെയ്യില്ലാത്തതുകൊണ്ട് അധികം മണം ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ച് കയറ്റാൻ സമ്മതിച്ചാൽ തോന്നുന്നു. ഞാൻ മടിയിലൊരു തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ഇത് പിടിച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടായിരിക്കും നമ്മുടെ ഡ്രസ്സിലെങ്ങാനും ആയി കഴിഞ്ഞാൽ. പോവാം. ഞാൻ സൺഗ്ലാസ് എടുത്തില്ല. ഓ എനിക്ക് സൺഗ്ലാസ് ഒക്കെ ഉണ്ട്. ഈ വർഷം ഒരു ബാർബിക്യൂ പാർട്ടിയെങ്കിലും കൂടാൻ പറ്റണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അത് 1-2 വിഷ്ണു. നീ 2-3 ആവോ? എന്താ അല്ല, ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഇന്ത്യൻ ആണ് മാരിനേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞത് ബിൻചേട്ടൻ്റെ അവിടെ കുറച്ചും കൂടെ ബിൻചേട്ടൻ പ്രോപ്പർ ബാർബിക്യൂ ഇവിടെ ചൂടെടുത്തിട്ടേ ആൾക്കാർ കുറെ പേര് ഡ്രസ്സൊക്കെ ഇടാൻ നടക്കുന്നുണ്ട്. ഞാൻ അമ്മടുത്ത് പറഞ്ഞപ്പോ അമ്മ അറിയരുത്. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ എന്ത് ഡ്രസ്സ് ഇടേണ്ടത് എന്ന്. അങ്ങനെ വളരെ കാര്യമായി ഞാൻ പെർഫ്യൂമും ബാഗും ഒക്കെ വാങ്ങിയിട്ട് എന്താ ഉണ്ടായത്? വാങ്ങിയിട്ട് പെർഫ്യൂം ഞാൻ വീട്ടിൽ വെച്ചു, ബാഗ് ഞാൻ എടുത്തു. അപ്പൊ ഇന്ന് നമുക്ക് ബാഗ് കൊടുക്കാം, നാളെ പെർഫ്യൂം കൊടുക്കാം. എപ്പൊ കാണുമ്പോഴും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളാവട്ടെ ഞാൻ. എന്താ എന്റെ അഭിപ്രായം? എന്താ എന്നെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ. ഷെറീർ വന്നിട്ടുണ്ട് ഇവിടെ. സേ ഹലോ. കുറച്ച് കാലായില്ലേ? ബാബിക്ക് പാർട്ടിയാണോ? പ്രദു ഓഹോ ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. റൂഹി പ്രദു ഇതെന്താണിത്? എന്താണിത്? റോസിനെ നോക്കി വിത്ത് ഗ്ലാസ് ആണ്. പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം ഓണായിട്ടുണ്ട്. നമ്മുടെ കനലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ബാർബിക്യൂ പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ UDC ഇവിടെ ബിസിയാണ്. പ്രോൺസ് കമ്പിൽ കുറക്കുന്നതിൽ ഇല്ലേ? ഒരു UDC ലുക്ക് ഇല്ലേ? സുകുമാരി മാരിനേഷൻ ആണോ? കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ റോസിന്റെ എസ്തെറ്റിക് സെൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതെല്ലാം വായിച്ച് പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിരുന്നേ. അതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാവരും റോസിനെ എസ്തെറ്റിക് റോസ് എന്നാണ് വിളിക്കുന്നത്. നോക്കൂ എന്ത് എസ്തെറ്റിക് ആയിട്ടാണ് റോസ് ചെമ്മീൻ കമ്പിൽ കോർക്കുന്നത് എന്നുള്ളത്. ചില്ലി ഓയിൽ, ഗാർലിക്, പിന്നെ കുറച്ച് പാസ്റ്റില്ല മറ്റേ പിന്നെ ഉപ്പ്, കുരുമുളക്. ഓ ഇത് നിന്റെയാണോ? ഇത് UDCയുടെ ഹരിയാലി ടിക്ക. ഒരു പേര് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്തത് ഏത്? അത് കാളാഞ്ചി. മമ്മി കാളാഞ്ചി കഴിക്കോ? കഴിക്കില്ലേ? മറ്റേ ചെതമ്പല് നന്നാക്കിയായിരുന്നു. മമ്മി ചിക്കൻ കഴിക്കില്ല. മമ്മിയുടെ ചിക്കൻ. മമ്മീനായിട്ട് വർത്താനം പറഞ്ഞു നിൽക്കാൻ നല്ല രസമാട്ടോ. അപ്പം മമ്മീനെ എല്ലാവരും കൂടെ ഇട്ട് ഇവിടെ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്ത് പോയിട്ട് നീതൂനിയും ഗീതൂനിയും ഒന്ന് നോക്കട്ടെ. ഇവർ രണ്ടുപേരും ഒരു ചിക്കൻ മാരിനേഷനിൽ പെട്ടോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രദു മാത്രം നമ്മുടെ ഡ്രസ് കോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ പരിപാടിയിലും ഡ്രസ് കോഡ് വരുന്നു എന്നുള്ളതിന്റെ പ്രതിഷേധമായിട്ടാണ് പ്രദു ഒന്ന് കറുപ്പ് നീലിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ നിനക്ക് വേണ്ടി നീ 5 കിലോ അരി പൊക്കിയിട്ടുണ്ട്.
അതിൽ ഉപ്പ് വേണോ? ഈ ബ്രഷ് ഇത്രയും ചെറിയ സൈസ് മതിയാവോ? ബ്രഷ് ഈ ചെറിയ സൈസ് മതിയാവോ? അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി. നമ്മുടെ പകുതി വിഭവങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ, ബാക്കി അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസിന്റെ ഹരിയാലി ചിക്കൻ ഉണ്ട്, അൻഷിഫയുടെയും ഷെറീറിന്റെയും ഗാർലിക് പ്രോൺസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗാർലിക് പ്രോൺസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ കനലിലൊക്കെ ചുട്ടു വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നന്നായിണ്ട്. ആണോ? ഈ കനലിൽ ചുട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മുടെ യൂഷ്വൽ ഈവനിങ് സീൻ, എല്ലാവരും കൂടെ നിന്ന് വർത്താനം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ റോസിൻ്റെ ഹരിയാലി ടിക്ക. ഇത് റോസ് ഉണ്ടാക്കിയിട്ട് എയർ ഫ്രൈ ചെയ്യാറുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് റോസിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് റോസിനോടനെ നമുക്ക് ചോദിക്കാം. നേരത്തെ നിങ്ങൾ കണ്ട ആ പച്ച ടോപ്പാണ് കേട്ടോ നീതുവിനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി ആ ഒരു തിരക്കിൽ. ഇടയിൽ ഞാൻ എപ്പോഴും ഒരു ബിറ്റ് എടുത്തായിരുന്നു നീതുവിനോട് ഹായ് ഒക്കെ പറഞ്ഞത്. അത് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഫോണിൽ കാണാനില്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നു, ഇതാണ് ഗീതുവിൻ്റെ സിസ്റ്റർ നീതു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യമാണ്, ഒരേ ഭക്ഷണം ഒരേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ഏത് ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ തോന്നും, അല്ലെങ്കിൽ എനിക്കൊരു സാധാരണ ഭക്ഷണമായിട്ട് ഇത് തോന്നാറുള്ളൂ. എന്താണ്? അതെ, വിഷ്ണുവിനെ പോലെ കെയർ ചെയ്യണം അല്ലേ? കേറേട്ടൻ അവിടെ പോയിട്ട് എന്തോ സ്പെഷ്യൽ ആയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വാച്ച് എന്നോട് വന്നിട്ട് ഐസ് എവിടെ ഉണ്ടോ, നാരങ്ങ ഉണ്ടോന്നൊക്കെ. കേരളത്തിനെ കാണാം. കേരളത്തിന് അവിടെ ഉണ്ട്. വിഷ്ണുവിന് ഈ പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധ കുറച്ച് കൂടുതലാണ്, എന്നെക്കാൾ ഒരു 30% കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് റീസൺ വിഷ്ണു പറയുന്നത് എനിക്ക് ശ്രദ്ധ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കളിയാക്കലാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. സോറി. തീർന്നിട്ടില്ല. ഈ മീൻ കഴിക്കാൻ നിരക്കുന്ന അവിടെ മീനല്ലെങ്കിൽ ഒടുക്കത്ത് പുച്ച വിഷ്ണുവിന്. വിഷ്ണു മീൻ കഴിക്കില്ല. എനിക്ക് ആ സീൻ കണ്ടപ്പോഴേ നമ്മൾ ഈ ചോറ്റുപാത്രമൊക്കെ തുറക്കുമ്പോൾ ആൾക്കാർ ചുറ്റും കൂടില്ലേ, അങ്ങനത്തെ ഒരു തോന്നലായിരുന്നു എനിക്ക്. മമ്മി എങ്ങനെയുണ്ട് ബാർബിക്യൂ? അടിപൊളി. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നാട്ടിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. എന്താ മമ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് പനീർ നല്ലായിരുന്നു. പിന്നെ എനിക്ക് നോൺ വെജ് ഇഷ്ടമില്ലാത്ത കാരണം പിന്നെ മട്ടനില്ല. മട്ടണും ബീഫും ഇല്ല, അതാണ്. അത് ശരിയായിരുന്നു. അല്ല മമ്മി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മമ്മിയുടെ കയ്യിൽ കണ്ടോ? മമ്മി എന്റെ കോപ്പി അടിച്ചതാണ്. ഇത്രയും കാലം മമ്മി നാരങ്ങ പിഴിഞ്ഞാ കുടിച്ചായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് മുറിച്ചിടുമ്പോഴുള്ള ഒരു ടേസ്റ്റ് മമ്മിക്ക് മനസ്സിലായി. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. എന്റെ പ്ലാസ്റ്റിക് കയ്യിലായിപ്പോട്ടോ. അടച്ചോ. ഇതൊന്ന് ബാക്കി കരിയാൻ വെച്ചിരിക്കണോ ഇതിന്റെ അകത്ത്? അല്ലാതെ തീ കത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ അടച്ചിട്ട് പ്രതുവിന് എങ്ങനെ ഇതിന്റെ വേവ് മനസ്സിലാവുന്ന? ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത് നിലത്തൊക്കെ ഇരുന്നിട്ട്? ഈ ബീഫിന്റെ റിബ്സ് ഭയങ്കര കുറച്ച് കട്ടിയല്ലേ കഴിക്കാൻ? നമുക്ക് പ്രഗ്നൻസി ഫൈനൽ ട്രൈമസ്റ്റർ ആവുമ്പോൾ ഒറ്റയടിക്ക് കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ 1-2 പീസ് ചിക്കനും ഒരു പ്രോൺസും ഒക്കെ കഴിച്ചപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞ് എനിക്ക് മതിയായ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഗ്യാപ്പ് എടുത്താണ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത്. എനിക്കൊരു മിനിറ്റ് ഒന്ന് ഗീതുവിനെ പറ്റി സംസാരിക്കണേ, എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ബാബിക്ക് വിശേഷങ്ങളിലോട്ട് വരാം. ഗീതു ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 കൊല്ലമായിട്ടുണ്ടായിരിക്കും. വന്ന് ഗീതുവിനെ പരിചയപ്പെട്ട് കുറച്ച് അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഗീതുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗീതുവിന് മമ്മീനെയും പപ്പേനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റിയും ആഗ്രഹങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. ഇത് ഗീതുവിൻ്റെ വലിയൊരു പ്രയോറിറ്റി ആഗ്രഹം ആവുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ഒരു 1-1.5 കൊല്ലത്തിൽ ഗീതു പേരൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് അവർ വരുന്നത്, അതും സ്വന്തം വീട്ടിലോട്ട്, ഗീതുവിൻ്റെ സ്വന്തം വീട്ടിലോട്ട്. ഇപ്പോൾ ഒപ്പം നീതു ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെയുള്ള ഭയങ്കര ഒരു ഹാപ്പി സ്പേസ് ആയിരുന്നു അവിടെ. ഗീതുവിനെ ഇത്രയും ഹാപ്പിയായി കണ്ടതിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.
നമ്മൾ വൈകിട്ട് പോലെ നമ്മൾ പരിപാടി പുറത്തുനിന്ന് അകത്തേക്കാക്കുന്നു. സമയം 10 മണി 10:15 10:30 ആയ സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് മെല്ലെ അകത്തോട്ട് പോവാണ്. കാരണം നാളെ എന്താണ് അനക്കിന്ന് ഫുള്ള് അപകടമാണല്ലോ ഇപ്പൊ കൈ പൊള്ളി. കാരണം നാളെ എല്ലാവർക്കും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ ശല്യപ്പെടുത്തരുത്. എല്ലാവരും ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കിനി പരിപാടി നല്ല അകത്തോട്ടാക്കാം. അല്ല അകത്തോട്ടാക്കല്ലേ? ആകെ ശബ്ദം ഉണ്ടാക്കുന്ന അൻഷിഫേനാണെന്ന് എനിക്ക് തോന്നുന്നത്. മിണ്ടാ സമയം കിട്ടിയിട്ടില്ല. എപ്പോഴും വായല് ഒന്നെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ ചിക്കൻ. എന്നായിട്ടില്ല പൈനാപ്പിളും ഇതില്ല, മധുരമില്ല, പഴുത്തിട്ടില്ല. ശരിക്കും പൈനാപ്പിൾ ഗ്രില്ല് ചെയ്താൽ നല്ലതാ. കട്ടില്ലെടുക്ക്, മധുരമില്ല. നല്ല മധുരം അടിപൊളി. മധുരൊക്കെ ഉണ്ട്. ആ മധുരൊക്കെ ഉണ്ട്. ഇത് പയറും കായും തോരനും ഒലത്തും ഉണ്ട്. അല്ല ഞാൻ ഷെയർ ചെയ്ത് മതിയോ? എനിക്ക് മതിയോ? അത് ചോറ് വെച്ചാൽ അവസാനിക്കണം. എന്നാലും ഒരു സോ ഫണ്ണി സ്റ്റീവ്. ഫോട്ടോ കാണിക്ക്. കഴിഞ്ഞ 1-2 വീഡിയോ ആയിട്ട് നിങ്ങളുടെ കമൻസ് ആയിരുന്നു ഗെറ്റ് ടുഗെദർ വ്ളോഗ്സ് മിസ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സമയം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. നാളെ വർക്കിംഗ് ഡേ ആയത് കാരണം എല്ലാവരും എല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.